ഇനി ഈ കട്ടിലിൽ ഇങ്ങനെ സമാധാനത്തോടെ കിടക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. അമ്മ ഇവിടെ താമസിപ്പിക്കരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാ. സുശീല ചേച്ചിയുടെ നിഷ്കളങ്കത കൊണ്ട് അമ്മയെ ഇവിടെ വിളിച്ചു കയറ്റി. ഈ പ്രായത്തിൽ അടങ്ങി ഒതുങ്ങി ഈശ്വരനാമം ചൊല്ലി കഴിയല്ലേ വേണ്ടത്. പറഞ്ഞിട്ടെന്ത് ഫലം? സുശീല ചേച്ചിയെ പോലെ തന്നെ സുഖിച്ചേട്ടനും പാവാ. അതുകൊണ്ടല്ലേ അമ്മയുടെ പുകഴ്ത്തലിൽ വീണതും അമ്മ കൊട്ടിയ താളത്തിനെല്ലാം തുള്ളിയതും. ദേ, അഡ്വക്കേറ്റ് തരകൻ സാർ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അമ്മ ഇവിടെ താമസിക്കുന്നില്ല എന്ന് വ്യക്തമായാൽ മാത്രമേ പുരയിടം നമുക്ക് ഭാഗം വെച്ച് തരൂ. കിടക്ക. ആരുമില്ല ഇവിടെ. കഥ തുറക്കാൻ ആരുമില്ല. ഇവിടെ ആരുമില്ലേ? കഥ തുറക്ക്. സുമാരൻ മുതലാളി, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഇങ്ങോട്ട് വന്നേ. നളിനി, കഥക് തുറക്ക്. ഒന്നിങ്ങോട്ട് വരാൻ. ഇനി നിങ്ങൾ പോയിക്കോ, എന്റെ പേടി മാറി. അമ്മ, അയ്യോ പൊക്കോളന്നേ. ദിവ്യമോളെ, മോളെ നളിനി, നിങ്ങൾക്ക് ഇത്ര മനുഷ്യത്വം ഇല്ലാതെ പോയല്ലോ. പ്രായമായ സ്ത്രീയെ പ്രേതബാധയുള്ള വീട്ടിലെ തനിച്ച് താമസിക്കാൻ വിട്ടിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത് ശരിയാണോ? പ്രേതബാധയോ? എവിടെ? ഈ സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു കൂവി എന്നെ പ്രേതം പിടിച്ചേന്ന്. ഞങ്ങൾ അയൽപ്പക്കക്കാരൊക്കെ ഭയന്നുപോയി. ഓടിച്ചെന്ന് നോക്കുമ്പോൾ നളിനിയുടെ അമ്മ പൂക്കുല പോലെ നിന്ന് വിറയ്ക്കുന്നു. എന്നെ പ്രേതം പിടിച്ചേന്ന് വീണ്ടും വിളിച്ചു കൂവി. ഞങ്ങൾ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് സമാധാനിപ്പിച്ചു. ശരിയായ ബോധം വന്നപ്പോഴാ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. പ്രേതബാധയുള്ള വീട്ടിൽ എന്നെ തനിച്ചാക്കിയിട്ട് എൻ്റെ മോളും മരുമോനും കൊച്ചുമോളും കരുണാലയത്തിലേക്ക് പോയി എന്നും പറഞ്ഞൊരു നിലവിളി. അതെ, ആ വീട്ടിൽ ഒരു പ്രേതബാധയും ഇല്ല. ഇതെന്റെ വീടല്ല, എന്റെ ഭർത്താവിന്റെ വീടാ. ഭർത്താവ് ഭാര്യയുടെ അമ്മയെ കൂടെ താമസിപ്പിക്കണമെന്ന് നമ്മുടെ നാട്ടിൽ നിയമമൊന്നും ഇല്ലല്ലോ. ഇതെല്ലാം എന്റെ അമ്മയുടെ അഭിനയമാണ്. എന്റെ ജീവിതം നശിപ്പിക്കാനുള്ള അഭിനയം. ഇനി അലർച്ചയും ബഹളവും വെച്ച നാട്ടുകാരായ നിങ്ങൾ എന്റെ അമ്മയെ ഇങ്ങോട്ടല്ല കൊണ്ടുവരേണ്ടത്, ഊളംപാറയിലുള്ള ഭ്രാന്താശുപത്രിയിലേക്കാണ്. എന്തു പറഞ്ഞടി നീ? എടി നന്ദി കെട്ടവളെ, നീ എന്താ പറഞ്ഞത്? എനിക്ക് ഭ്രാന്താണെന്നോ? അതെ, അമ്മയ്ക്ക് ഭ്രാന്ത് തന്നെയാ. അയ്യോ, കിറുക്കാണല്ലേ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഓട്ടോ ചാർജ് തന്നാ ഞങ്ങളങ്ങ് പോയേക്കാം. അല്ല, നിങ്ങൾ തനിച്ചങ്ങ് പോയാലോ? ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ ഉരുപ്പടി കേടുപാട് കൂടാതെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോണം. എടി, തിരിച്ചു പോവാൻ അല്ലടി ഞാൻ ഇവിടെ വന്നത്, താമസിക്കാൻ തന്നെയാ. ഇവിടെ താമസിക്കാൻ. ആ ക്രിസ്ത്യാനി വക്കീല് പറഞ്ഞല്ലോ, അധികം താമസിയാതെ എന്റെ മരുമകൻ സുകുമാരൻ മുതലാളിക്ക് സ്വത്ത് പിരിച്ചു കൊടുക്കുമെന്ന്. സുകുമാരൻ മുതലാളി, എന്റെ പൊന്നു മോനെ, ഞാൻ പതിവായി തന്ന ഇളനീരിന്റെ മധുരം പോലും മുതലാളി മറന്നുപോയോ? അങ്ങോട്ടല്ല, ഇങ്ങോ. അതെ, എന്റെ അമ്മ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. അമ്മയ്ക്ക് മാസം തോറും 5000 രൂപ കൊടുക്കാന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മയ്ക്ക് ഇവിടെ വന്ന് താമസിച്ച് എന്നെ എന്റെ നാത്തൂനെ തമ്മലെടുപ്പിച്ച് നേതാവാകണം. അതിനമ്മയെ ഞാൻ ഇനി അനുവദിക്കില്ല. അല്ല സുശീലേ, നീ മഹാലക്ഷ്മി അല്ലേ?
ഞാൻ ഇനി വാ തുറന്ന ഒരക്ഷരം പറയാതെ ഇവിടെ കഴിഞ്ഞോളാം. സാധ്യമല്ല. ഈ വീട്ടിൽ നിങ്ങളെ താമസിപ്പിക്കുന്ന കാര്യം ഇനി ആലോചിക്കേ വേണ്ട. ദാ വാങ്ങിച്ചോളൂ. രാജമ്മ ചേച്ചി, നിങ്ങൾ രാഷ്ട്രീയ രംഗത്തായിരുന്നെങ്കിൽ ഈ നാട്ടിലെ ഒരു മന്ത്രി ആയനെ, സംശയമില്ല. വിളിച്ചോണ്ട് പോയിക്കോ. ഇങ്ങോട്ട് വരാൻ. വരാൻ പറഞ്ഞില്ലേ? ഇനി ഇങ്ങോട്ട് വന്നേക്കരുത്. ഇറങ്ങ് അങ്ങോട്ട്. അങ്ങോട്ട് കേറാൻ. ഉറക്കം കളഞ്ഞിട്ട് ഇങ്ങോട്ട് കേറാൻ. ഊന്ന്. കേറാൻ പറഞ്ഞില്ലേ? അങ്ങോട്ട് നീ ഇരിക്ക്. രാത്രി ഉറങ്ങാൻ സമ്മതിക്കാതെ കിടന്ന് വളരെ വിളിച്ചിട്ട് വേഗം പോ. എന്റെ ഈശ്വര, അങ്ങനെ അമ്മ പോയി കിട്ടി. കിടന്നോളൂ. പെറ്റ വയറെരിയുന്നു. എടി, ഈ തീയിൽ നീയും എന്തറിയുന്ന ഒരു ദിവസം വരും. മൂദേവി, നിന്റെ മോള് ദിവ്യയുടെ വീട്ടുമുറ്റത്ത് ഒരിക്കൽ നീയും ഇതുപോലെ ചെന്ന് നിൽക്കും. എനിക്ക് ഈ ഗതിയൊന്നും വരില്ല. അമ്മയ്ക്ക് മക്കളോട് കാണിക്കാവുന്ന സ്വാതന്ത്ര്യത്തിനുണ്ട് ഒരു പരിധി. മക്കള് പ്രായമാകുമ്പോ അച്ഛനമ്മമാരും ആ പ്രായത്തെ അംഗീകരിക്കണം. തന്റെ മകനും തന്നോളം വളർന്നാൽ തന്നെ പോലെ എന്നാണ് ചൊല്ല്. ഞാൻ വന്നത് നിനക്ക് അന്ത്യശാസനം തരാനാ. ഓ, എന്നെ കരുണാലയത്തിൽ നിന്റെ കൂടെ താമസിപ്പിക്കാൻ തയ്യാറാണോ എന്ന്? അല്ല. ഈ തീരുമാനത്തിന് മാറ്റമില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. ആർക്ക് വേണോടി നാട്ടുകാരെ പറ്റിച്ച് കരുണാര മുതലാളി എന്ന നാറി വെച്ച ഈ വീട്? എടി, ഞാൻ നീ എടുത്തു തന്ന വാടക വീട്ടിലും താമസിക്കുന്നില്ല. ഇതാ നിന്റെ വീടിന്റെ താക്കോല്. ഞാനൊരു ദേശാടനത്തിന് പോകുന്നു. എനിക്ക് ജീവനാംശമായി നീ തരാമെന്ന് പറഞ്ഞ 5000 രൂപ, അതായത് ഈ മാസത്തേത് അഡ്വാൻസ് ആയിട്ട് എനിക്ക് തരണം. അമ്മേ, അമ്മ ഈ താക്കോല് കൊണ്ടുപോയി ആ വീട്ടിൽ താമസിക്ക്. എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ അങ്ങോട്ട് വരാം. സുഖിച്ചേട്ടൻ എല്ലാ ദിവസവും വൈകിട്ട് അവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കും. രാജമ്മ ചേച്ചി, ഇങ്ങനൊന്നും പെരുമാറരുത്. നളിനി പറയുന്ന അനുസരിക്കേ. അയ്യടാ, നളിനി പറയുന്നത് ഞാൻ അനുസരിക്കാനോ? ഇവളുടെ തന്ത, അതായത് എന്റെ ഭർത്താവ് ചട്ടമ്പി ശങ്കരൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചിട്ടില്ല. പിന്നല്ലേ മാള്. പെൺമക്കളായാൽ തള്ളമാര് പറയുന്നത് അനുസരിക്കണം. രാജമ്മ ചേച്ചി, ചേച്ചി മിണ്ടാതിരിക്കെ. അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. എടി, ജീവനാംശത്തിന്റെ അഡ്വാൻസ് ആയി 5000 രൂപ ഈ നിമിഷം ഇപ്പം ഇവിടെ കിട്ടണം. ഇല്ലെങ്കിൽ ദേശാടനം ഞാൻ ഭിക്ഷാടനാക്കി മാറ്റും. അച്ഛനമ്മമാരെ രക്ഷിക്കാത്ത മക്കൾക്കെതിരെ ഗവൺമെന്റ് കേസെടുക്കും. അതാണ് പുതിയ നിയമം. ആവണിശ്ശേരി രാജമ്മ നേരെ കോടതിയിലേക്ക് പോകും. എന്റെ മകൾ എനിക്ക് ചെലവിന് തരുന്നില്ല എന്ന് ജഡ്ജിയോട് നേരിട്ട് പറയും. ജഡ്ജി ആ നിമിഷം പോലീസിനെ കരുണാലയത്തിലോട്ട് വിടും. പാടി.
കൃഷ്ണ ഗോവിന്ദ ഹേ രാമനാരായണ ശ്രീപദേ വാസുദേവ ജിത ശ്രീനിധേ. മുടിഞ്ഞു പോട്ടെ. കൃഷ്ണ ഗോവിന്ദ ഹേ രാമനാരായണ ശ്രീപദേ വാസുദേവ ജിത. ചില മക്കൾ അമ്മമാരെ വിഷമിപ്പിക്കുന്നു, ചില അമ്മമാർ മക്കളെ വേദനിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിതം ജീവിച്ചു തീർക്കുന്നത് അത്ര എളുപ്പമല്ല നളിനി. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചതുകൊണ്ട് സരോജ് എന്നെ തിരിച്ചറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം ഞാൻ വീട് കാണാൻ വരുന്നു. രാജമേച്ചി വാക്ക് പാലിച്ചല്ലോ. പക്ഷേ ഞാനിന്ന് ആകെ തിരക്കിലാണല്ലോ. അയ്യോ സാരമില്ല. സരോജത്തിന്റെ തിരക്കിനെ കുറിച്ച് ഈ നാട്ടിൽ ആർക്കും അറിയാൻ പാടില്ലാത്തത്. ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചത് തന്നെ സരോജത്തിന് വേണ്ടിയല്ലേ? എനിക്ക് വേണ്ടിയോ? അതെ. ആ സരോജത്തെ പോലെ അതിസുന്ദരിയായ ഒരു പണക്കാരിയുടെ ബന്ധുവാകുമ്പോ ആ സുന്ദരിയുടെ നിലവാരം നമ്മളും പാലിക്കണം. ഞാനേ സരോജം വാങ്ങി 50 ലക്ഷത്തിന്റെ വീട് കാണാൻ വരണൂന്ന് പറഞ്ഞപ്പം സരോജ് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഞാനങ്ങ് മറന്നു. വീട് കണ്ടാ പോരാ, 50 ലക്ഷം രൂപ വിലയുള്ള വീട്ടിൽ ഒരു ദിവസമെങ്കിലും താമസിക്കണം. സ്നേഹിച്ചു കഴിഞ്ഞാൽ ദേ ഞാൻ എൻ്റെ ഹൃദയം അങ്ങ് പറിച്ചു കൊടുക്കും. അതാ എൻ്റെ സ്വഭാവം. അല്ല, സരോജത്തിന്റെ കാര്യം അങ്ങനെ തന്നെ. അതുകൊണ്ടേ ഒരു ദിവസം എന്നുള്ളത് ഒരാഴ്ചയോ ഒരു മാസോ ആക്കി മാറ്റാൻ എനിക്കൊരു വിരോധമില്ല എൻ്റെ സരോജ്. അയ്യോ, ഇവിടുത്തെ അടുക്കളക്കാരില്ലേ കുക്ക്, ഒരാഴ്ച മുമ്പ് പിണങ്ങിപ്പോയി. അയ്യോ, എനിക്കാണെങ്കിൽ ചായ ഇടാൻ പോലും അറിയത്തില്ല. കരുണാകരൻ മുതലാളിയുടെ ഏറ്റവും ഇളയ അനിയത്തിയായിട്ട് ജനിച്ചു പോയില്ലേ. 4-5 വേലക്കാരുണ്ടായിരുന്നു കരുണാലയത്തിൽ. അതുകൊണ്ട് എനിക്ക് അടുക്കള കയറേണ്ടി വന്നിട്ടില്ല. അല്ല എങ്കിൽ പിന്നെ ഞാനിവിടെ 1-2 മാസം താമസിച്ച് കളയാം. ചായയും കാപ്പി ഉണ്ടാക്കാൻ മാത്രമല്ല, ചിക്കൻ ബിരിയാണി, മട്ടൻ കുറുമ, ഫ്രൈഡ് റൈസ് എല്ലാം എങ്ങനെ ഉണ്ടാക്കണമെന്ന് വിശദമായി പഠിപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. ആ ബെഡ്റൂം എവിടെയാ? ഞാൻ ഈ സാധനങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ട് ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് വരാം. അത് പിന്നെ ചേച്ചി, എനിക്ക് നാളെ മുതൽ 3 ദിവസം വിമൻസ് ക്ലബിന്റെ വാർഷികമുണ്ട്. ഞാനാണ് ഇപ്പൊ ക്ലബിന്റെ വൈസ് പ്രസിഡന്റ്. വളരെ നന്നായി. ഞാനും ക്ലബിൽ വന്ന് ഈ സുന്ദരി കുട്ടിയുടെ കൂട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഞങ്ങളുടെ ക്ലബില് മെമ്പേഴ്സിന് മാത്രമേ പ്രവേശനമുള്ളൂ. ഓ, ഇനി മെമ്പർ ആവാനും പറ്റില്ല. മെമ്പർഷിപ്പ് ഞങ്ങൾ ക്ലോസ് ചെയ്തു. അത് സാരമില്ല. സരോജൻ ക്ലബിന്റെ വാർഷികത്തിന് പോകുമ്പോ ഞാൻ വീട്ടുകാര്യങ്ങൾ നോക്കിക്കോളാം. ആ അല്ല, ഇതാര്? എൻ്റെ ഓമനക്കുട്ടൻ വന്നല്ലോ. അമ്മയുടെ സൗന്ദര്യം മോനും കിട്ടി. പ്രസാദ് മുതലാളി എന്ന് കേട്ടാൽ ഈ നാടൊന്ന് കുടുങ്ങും. അല്ല, മോൻ എന്നെ മനസ്സിലായില്ലേ? പ്രസാദ് മോന്റെ കൊച്ചമ്മാവന്റെ അമ്മായിയമ്മയാ ഞാൻ. അതെ, മോന്റെ അമ്മ കുറെ നാളായി പറയണു 50 ലക്ഷത്തിന്റെ വീട്ടിൽ ഞാൻ കുറച്ച് ദിവസം വന്ന് താമസിക്കണമെന്ന്. സന്തോഷം. നമുക്ക് വിശദമായി പിന്നീട് സംസാരിക്കാം. ഞാൻ അല്പം ബിസിയാ, കമ്പ്യൂട്ടറിൽ കുറച്ച് പണിയുണ്ട്. ആയിക്കോട്ടെ, ജോലിയാണ് പ്രധാനം. വെറുതെ സംസാരിച്ച് സമയം കളയാതെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. ശരി.
അതെ, നമുക്ക് അടുക്കളയൊന്ന് കണ്ടാലോ? 50 ലക്ഷത്തിന്റെ വീടാവുമ്പേ അടുക്കളയും ഉഗ്രനായിരിക്കുമല്ലോ. നടന്നോളൂ. അസലായിട്ടുണ്ട്. നല്ല വലിപ്പമുണ്ട്. ഉഗ്രൻ. അല്ല, അടുക്കളക്കാരി പിണങ്ങി പോയിന്നല്ലേ എന്റെ സുന്ദരി കുട്ടി പറഞ്ഞത്. പക്ഷെ ഉച്ചഭക്ഷണമൊക്കെ റെഡിയാണല്ലോ. ഓ, എല്ലാം തയ്യാറാക്കിയതിന്റെ ശേഷമായിരിക്കും അവള് പിണങ്ങിപ്പോയത്. ദേ, ഇനി അവള് വന്നാൽ മോള് മിണ്ടണ്ട, ഞാൻ കൈകാര്യം ചെയ്തോളാം. ചേച്ചി ഇവിടെ കഴിഞ്ഞാ നളിനിക്ക് ബുദ്ധിമുട്ടാവില്ലേ? കോയമ്പത്തൂരിലെ ചേട്ടത്തി വന്ന് കൊച്ചേട്ടനെ നളിനിയും കരുണാലയത്തിൽ നിന്ന് പറഞ്ഞു വെച്ചെന്ന് കേട്ടല്ലോ. അപ്പോ കൊച്ചേട്ടന് സ്വത്തില്ലേ? സ്വത്തൊക്കെ ഉണ്ട്, പക്ഷേ സുശീലയല്ലേ ആള്. സ്വത്ത് രണ്ടായി പിരിക്കുന്ന കാര്യം അവളങ്ങനെ നീട്ടിക്കൊണ്ട് പോവല്ലേ. പിന്നെ നളിനി സുകുമാരനും കരുണാലയത്തിലേക്ക് എന്നെ തിരിച്ചു വന്നു. ഛേ, അത് വേണ്ടിയിരുന്നില്ല. പുറത്ത് താമസിച്ചുകൊണ്ട് കേസ് കൊടുത്ത് വീടിന്റെ പകുതി പിടിച്ചു വാങ്ങണമായിരുന്നു. ഞാനും അങ്ങനെ തന്നെയാ പറഞ്ഞത്. പക്ഷെ മോളെ അമ്മ പറയുന്നത് അനുസരിക്കണ്ടേ? സരോജൻ പറഞ്ഞതുപോലെ ഞാനും സുകുമാരനും കൂടി ഹാളിലൊരു വേലി ഉണ്ടാക്കി വെച്ചതല്ലേ. പക്ഷെ ആ കോയമ്പത്തൂരുകാരി വന്ന് അത് വലിച്ചെടുത്ത് ദൂരെ കളഞ്ഞു. ദേ, എന്റെ ശരീരം തെങ്ങും പൂക്കല പോലെ വിറച്ച് കേറി. കൈ നിവർത്തി ഞാൻ കൊടുത്തു അവളുടെ കരണത്ത് 2 എണ്ണം. രാജമ്മ ചേച്ചി കോയമ്പത്തൂരിലെ ചേട്ടത്തെ അടിച്ചെന്നോ? ഈ ആവണശ്ശേരി രാജ്യം ആരാന്നാ എന്റെ സുന്ദരിക്കുട്ടിയുടെ വിചാരം? കൊടുത്തു ഞാൻ അവൾക്ക്. 1 അല്ല 2 അല്ല 3-4 എണ്ണം. ദേ, പിന്നെ പിടി വലി കശപിശൊക്കെ ആയപ്പോ എന്റെ ദേഹം നൊന്തൂട്ടോ. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഇവിടെ നിങ്ങൾ അമ്മയും മോനും തമ്മിൽ അത്ര രസത്തിലല്ല അല്ലേ? എന്നുവെച്ചാൽ ചേച്ചി ആരോടും പറയരുത്. കാലം മാറി. ഇപ്പോ സ്വന്തം മോനെ പോലും വിശ്വസിക്കാൻ വയ്യാതായി. ഇത് തന്നെയാ മോളെ എന്റെ അനുഭവം. ഞാൻ പെറ്റ പെണ്ണായി ഇപ്പൊ എന്റെ ശത്രു. ആട്ടെ, പ്രസാദ് എന്താ എന്റെ സുന്ദരക്കുട്ടിയോട് ചെയ്തത്? വേലി തന്നെ വിളവ് തിന്നാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ ഇരിക്കുന്ന കൊമ്പ് നമ്മൾ തന്നെ മുറിച്ചാലോ? കഷ്ടം. ഈ മഹാലക്ഷ്മിക്കും പുത്രദുഃഖോ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഏതായാലും നമ്മള് തുല്യ ദുഃഖിതരായ സ്ഥിതിക്ക് ഞാനും സുന്ദരിക്കുട്ടിയുടെ കൂടെ കുറച്ച് ദിവസം ഇവിടെ അങ്ങ് കൂടിക്കളയാം. പരസ്പരം ആശ്വസിപ്പിക്കാലോ.